നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരാതി പ്രളയത്തിനിടയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് ആറളം ഫാമിൽ അദാലത്ത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയ അദാലത്തിൽ 223 എണ്ണത്തിന് പരിഹാരമായി. അമിത വേഗത ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. പെരിങ്ങാടി സ്വദേശി രാകേഷിനെ മർദ്ദിച്ചത് സ്കൂട്ടർ യാത്രികൻ മുഹമ്മദ് ഷബിൻ. അത്യാധുനിക കാലത്ത് കുട്ടികളെ മനസ്സിലാക്കാൻ കൃത്യമായി അധ്യാപകർക്ക് സാധിക്കണമെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. ഹിതകരമല്ലാത്ത കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുമ്പോൾ കാര്യകാരണസഹിതം കണ്ടെത്താൻ അവർക്ക് കഴിയണമെന്നും കെ.പി. മോഹനൻ. പാനൂർ ഇൻസൈറ്റിലൂടെ 6 പേർ കൂടി സർക്കാർ സർവീസിലേക്ക്. ഇതോടെ 92 പേരാണ് പാനൂർ മേഖലയിൽ നിന്ന് സർക്കാർ സർവീസിലേക്ക് ഇൻസൈറ്റ് വഴിയെത്തുന്നത്. വാർത്തകൾ വിശദമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് ആറളം ഫാമിൽ അദാലത്ത് നടത്തി. ആധികാരിക രേഖകൾ ലഭ്യമാക്കാനും പരാതി പരിഹാരങ്ങൾക്കുമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ അദാലത്തിൽ ആകെ 301 പരാതികളാണ് പരിഗണിക്കപ്പെട്ടത്. 223 എണ്ണം തീർപ്പാക്കുകയും ചെയ്തു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് ആറളം ഫാമിൽ അദാലത്ത് നടത്തി. ആധികാരിക രേഖകൾ ലഭ്യമാക്കാനും പരാതി പരിഹാരങ്ങൾക്കുമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നടത്തിയ അദാലത്തിൽ ആകെ 301 പരാതികളാണ് പരിഗണിച്ചത്. അതിൽ 223 എണ്ണം തീർപ്പാക്കി. ശേഷിച്ചവ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനായി തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ITDP, KSEB, KWA, പോലീസ്, വനം, എക്സൈസ്, സിവിൽ സപ്ലൈസ്, സാമൂഹ്യനീതി, വനിതാ ശിശു വികസനം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, IT, GLSA, PWD, കെട്ടിടം, ലീഡ് ബാങ്ക് തുടങ്ങിയ വകുപ്പുകളെ പങ്കെടുപ്പിച്ചാണ് അദാലത്ത് നടത്തിയത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യാതിഥി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് KP. രാജേഷ്, കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാൽ, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ജില്ലാ സബ് ജഡ്ജിയും DLSA സെക്രട്ടറിയുമായ P. മഞ്ജു, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ P. പ്രസാദ്, വാർഡ് മെമ്പർ മിനി ദിനേശൻ, വിവിധ വകുപ്പുകളുടെ ജില്ലാ ഓഫീസർമാർ, പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അമിത വേഗത ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് സ്കൂട്ടർ യാത്രികൻ. സംഭവം ന്യൂമാഹി പെരിങ്ങാടിയിൽ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. പരിക്കേറ്റ പെരിങ്ങാടി സ്വദേശി രാകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ യാത്രികനായ മുഹമ്മദ് ഷബീൻ കസ്റ്റഡിയിലുമായി. അത്യാധുനിക കാലത്ത് കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും ഹിതകരമല്ലാത്ത കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുമ്പോൾ കാര്യകാരണങ്ങൾ കണ്ടെത്താൻ കഴിയണമെന്നും കെ.പി. മോഹനൻ MLA. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും യാത്രയയപ്പ് സമ്മേളനം സാദരം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.പി. മോഹനൻ. 9 അധ്യാപകരും 1 ലാബ് അസിസ്റ്റന്റുമാണ് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇവർക്കുള്ള യാത്രയപ്പാണ് സ്കൂൾ ഹാളിൽ നടന്നത്. 10 പേരെയും കെ.പി. മോഹനൻ MLA ഉപഹാരം നൽകി ആദരിച്ചു.
സർവീസ് നിവാസെ പൊന്നാടടിക്കുന്നതിന് വേണ്ടി ഇസ്മയിൽ വാസ് ക്ഷണിക്കുന്നു. ഒപ്പം PTA ഉപഹാരവും ഈ അടുത്തതായി ദീർഘകാലം PRM കൊടുങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രസിഡന്റ് കൈമാറുന്നതായിരിക്കും. കൊടുക്കുന്നു. ടീച്ചറെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി സീതൾ ഉപഹാരമാണ്. ബീന ടീച്ചറെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഹിതകരമല്ലാത്ത കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ അധ്യാപകർ കാര്യക്ഷമമായി ഇടപെട്ടാൽ എല്ലാം പഴയ നിലയിലാകുമെന്നും അതിനുള്ള കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും KP മോഹനൻ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ അധ്യാപകർക്ക് കഴിയണം. അധ്യാപകർക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം. ഇത് സർക്കാരും മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരം രംഗങ്ങളിലൊക്കെ തന്നെ ഇന്ന് നേരിട്ട് തന്നെ ഇടപെടുന്ന രൂപത്തിലേക്ക് വരികയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തീർക്കാൻ വേണ്ടി നമ്മൾ ഒരു അടുത്ത കാലത്ത് കേട്ട നമുക്ക് ഹിതകരമല്ലാത്ത നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചതായിരുന്നു. +1 കുട്ടികളെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നു. +1 കുട്ടികളെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. ഒരു ഈഗോ ആയിരിക്കാം, എന്തെങ്കിലും അകൃത്യമായിരിക്കാം, അതുകൊണ്ടാണ് മർദ്ദിച്ചത്. പക്ഷെ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെയാണ്. കാരണം 2-3 തരത്തിലാണ്. ഒന്ന്, ആ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയക്കണ്ട, അവിടെ +1 കുട്ടികളെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. അതേസമയം ഇത് ഇല്ലായ്മ ചെയ്യാൻ അടുത്ത ദിവസമാണ് നമ്മുടെ പരീക്ഷ കഴിഞ്ഞത്. പരീക്ഷ കഴിഞ്ഞപ്പോൾ സർക്കാർ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു, വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം. വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ വന്ന് കൂട്ടി, കാരണം പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോഴാണ് പുസ്തകം കീറിയെറിയലും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയൊക്കെ തന്നെ ഉണ്ടാകുന്നത്. എല്ലാ നിലയിലും വളരെ സമാധാനപരമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ വീടുകളിലെത്തി. അപ്പോൾ സർക്കാർ ഇടപെടുന്ന രൂപത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഹൈടെക്കായിട്ട് മാറുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അതിന് സർക്കാർ മുൻകൈ എടുക്കുന്നു, ജനപ്രതിനിധികളും മുൻകൈ എടുക്കുന്നു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കളിസ്ഥലമൊരുക്കാൻ ലക്ഷ്യമുണ്ടെന്നും അതിനുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞതായും MLA അറിയിച്ചു. ഞങ്ങൾ ജ്യോതിഷ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും സ്പോർട്സ് കിറ്റ് കൊടുത്തിരിക്കുകയാണ്. കാരണം കായിക ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിലും കായികത്തിലും അതുപോലുള്ള കാര്യങ്ങൾ കലാരംഗത്തുമൊക്കെ തന്നെ ശോഭിക്കുന്നവരായിട്ട് മാറുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് സ്പോർട്സ് കിറ്റ് കൊടുത്തത്. സ്കിപ്പിങ്ങും അതുപോലെ തന്നെ ഷട്ടിൽ ബാഡ്മിൻ്റനും നെറ്റും വോളിബോളും നെറ്റും ഫുട്ബോളും ഒക്കെ തന്നെ കൊടുത്ത് കുട്ടികൾ കായിക രംഗത്തേക്ക് ഇറങ്ങാം.
ഞങ്ങൾ മുന്നോട്ട് വെക്കുക 2030 ആകുമ്പോഴത്തേക്ക് ഈ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഒരു കളിസ്ഥലം. ഇപ്പോൾ തന്നെ പാനൂർ ഉപജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ കളിസ്ഥലമായി. PV അൽഫോൺസ ചടങ്ങിൽ അധ്യക്ഷയായി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റും പാനൂർ നഗരസഭ കൗൺസിലറുമായ KK സുധീർ കുമാർ, മാനേജ്മെന്റ് പ്രതിനിധിയും വാർഡ് കൗൺസിലറുമായ PK പ്രവീൺ, KKV മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് P പ്രമോദ്, റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് M ബാനു മാസ്റ്റർ, സെക്രട്ടറി KP ശ്രീധരൻ മാസ്റ്റർ, സീനിയർ അധ്യാപകൻ K അബ്ദുള്ള, PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KP സായന്ത്, KKV മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി K ബിനീഷ്, TG പ്രിയ, VP സജീർ, മദർ PTA പ്രസിഡന്റ് സമീഹ, M ഗിരിജ ടീച്ചർ, KKV മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക PG ജിജാബായ് എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ KK ശീതലകുമാരി, KK അനിൽകുമാർ, K പ്രമീള, NK ദീപ, AP അജിത ടീച്ചർ, TM ശോഭ, C ബീന, K പ്രദീപൻ, B പ്രമോദ്, VP ബാബു എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അമേച്വർ നാടക മത്സരത്തിൽ ജേതാവായ O സുരേഷ് ബാബുവിനെയും കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന മാനേജ്മെന്റ് പ്രതിനിധി PK പ്രവീണിനെയും ചടങ്ങിൽ KP മോഹനൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. പാനൂർ ഇൻസൈറ്റ് പരിശീലനത്തിലൂടെ 6 പേർ കൂടി സർക്കാർ സർവീസിലേക്ക്. ഇതോടെ സർവീസിൽ എത്തുന്നത് 92 പേർ. പാനൂർ മേഖലയിലെ യുവതീ യുവാക്കളെ സർക്കാർ ജോലിക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പാനൂർ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് CI ആയിരുന്ന വടകര ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നി ഇൻസൈറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പാനൂർ മേഖലയിലെ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെ സർക്കാർ ജോലിക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പാനൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻസൈറ്റ് പദ്ധതി ആരംഭിച്ചത്. ഇൻസൈറ്റ് പദ്ധതിയിൽ പഠിതാക്കളായ 6 പേർ കൂടിയാണ് സർക്കാർ സർവീസിൽ കയറുന്നത്. അഗ്നിവീറിലേക്ക് KT നികഞ്ച്, അനോഗ് B മോഹൻ, KT അനുനന്ദ് എന്നിവരും കേരള പോലീസിലേക്ക് ക്വാളിഫൈ ചെയ്ത് ഗാന സുരേഷ്, ഹർഷ, അരുണിമ എന്നിവരും എത്തുകയാണ്. ഇതോടെ 92 പേരാണ് ഇവിടെ നിന്നും സർക്കാർ സർവീസിന്റെ ഭാഗമാകുന്നത്. ഇവർക്കുള്ള അനുമോദന യോഗം പരിശീലനം നൽകുന്ന പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പാനൂർ പോലീസ് ഇൻസ്പെക്ടർ സുധീർ കല്യാൺ ഉപഹാര സമർപ്പണം നടത്തി. സമൂഹത്തിൽ എല്ലാവരും സ്വന്തം കാര്യം പോയി നോക്കി നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഡെഡിക്കേഷനോടുകൂടി ഈ ഒരു സംവിധാനത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ഇവരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇൻസൈറ്റ് എന്ന പേര് പാനൂരിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്നു. നമ്മൾ ജോലി നേടുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ സമൂഹത്തിൽ ഒരു അസറ്റാവുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും പ്രധാനപ്പെട്ട ഒരു കടമ. അത് നിറവേറ്റാൻ വേണ്ടി ഈ ഒരു ട്രെയിനിങ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടാതെ നല്ല പോലെ നമ്മൾ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ എല്ലാ അവസരങ്ങളും നമ്മളെ തേടി വരും. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ചരിത്രത്തിലുള്ളത്. അവസരങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ ആ പരിശീലനവും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സമർപ്പണവും പൂർണ്ണമായി അർപ്പിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ നമ്മൾ തേടി വരും. തീർച്ചയായിട്ടും നമ്മൾ നന്നായി ശ്രമിക്കുക. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ ആശംസകളും. E സുരേഷ് ബാബു അധ്യക്ഷനായി. പോലീസ് ഓഫീസർമാരും റിട്ടയേർഡ് കായികാധ്യാപകരുമായ K ശിവദാസൻ, K സുനിൽകുമാർ, PP ജയപ്രകാശ്, K രാജീവൻ, പ്രവീൺ കുമാർ, K മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. VK മോഹൻദാസ് സ്വാഗതവും K റിജേഷ് നന്ദിയും പറഞ്ഞു. പാനൂർ മേഖലയിൽ യുവതീ യുവാക്കൾക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് 2018 അന്നത്തെ CI ആയിരുന്ന VV ബെന്നി ഇൻസൈറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നിലവിൽ വടകര ക്രൈംബ്രാഞ്ച് DYSPയാണ് VV ബെന്നി. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇൻസൈറ്റിന് വിരമിച്ച കായികാധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും വിവിധ സാംസ്കാരിക സംഘടനകളും പിന്തുണ നൽകിയതോടെ 6 വർഷം കൊണ്ട് പാനൂരിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരെ സംഭാവന ചെയ്ത പദ്ധതിയായി ഇൻസൈറ്റ് മാറുകയാണ്. പാനൂർ, ചൊക്ലി, കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഇൻസൈറ്റ് ആരംഭിച്ചത്. 100 കണക്കിന് പേരാണ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത്. പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവർക്ക് അതികഠിനമായ കായിക പരിശീലനം നൽകുന്നത്. ഇതിനു പുറമെ എഴുത്ത് പരിശീലനവും പാനൂർ പോലീസ് സ്റ്റേഷൻ ഹാൾ കേന്ദ്രീകരിച്ച് നൽകുന്നുണ്ട്.
ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കായിക ടൂർണമെന്റുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ. വേനലവധിക്കാല നാളുകളിൽ കലാകായിക മേഖലകളിൽ കൃത്യമായ പരിശീലനം നൽകി വിദ്യാർത്ഥികളുടെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ലഹരിക്കെതിരെയുള്ള ചാലകശക്തിയായി ആ മുന്നേറ്റത്തിന് മാറാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെണ്ടയാട് പ്രിയദർശിനി ഗ്രൗണ്ടിൽ നടക്കുന്ന വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതുൽ. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കായിക ടൂർണമെന്റുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ. വേനലവധിക്കാല നാളുകളിൽ കലാകായിക മേഖലയിൽ കൃത്യമായ പരിശീലനം നൽകി വിദ്യാർത്ഥികളുടെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ലഹരിക്കെതിരെയുള്ള ചാലകശക്തിയായി ആ മുന്നേറ്റത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്പോർട്സിനെ അടക്കം കലയൊക്കെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്കൂട്ടം എന്ന നിലയിൽ ലഹരി എന്ന് പറയുന്ന ഈ തിന്മക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളത് ഇത്തരം ടൂർണമെന്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ചെണ്ടയാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മറ്റു രീതിയിലുള്ള സിന്തറ്റിക് പോലെയുള്ള മറ്റു രീതിയിലുള്ള ലഹരി വസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ നാടിനെ വലിയ രീതിയിൽ ഒന്നും തന്നെ കീഴ്പ്പെടുത്താത്ത ഈ ഒരു സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ അത്തരം ലഹരികൾക്കെതിരെ എല്ലാവിധത്തിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ നാടിനകത്ത് വളർന്നു വരുന്ന കൊച്ചുകുട്ടികളുടെ അല്ലെങ്കിൽ യുവത്വത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു റിസൾട്ട് ഈ നാടിന് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ നമുക്കൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പോരാടുന്നു. ഏപ്രിൽ 1 മുതൽ 4 വരെ ചെണ്ടയാട് പ്രിയദർശിനി ഗ്രൗണ്ടിൽ നടക്കുന്ന വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിജീഷ് KP അധ്യക്ഷത വഹിച്ചു. JBM ജില്ലാ പ്രസിഡന്റ് ജലീൽ മാസ്റ്റർ, ബൂത്ത് പ്രസിഡന്റ് രജീഷ് PP, AP ഷിബിൻ ബാബു എന്നിവർ സംസാരിച്ചു. Yes, backline attack, number 11, Captain Jobin, 1 more point to Brothers Peruva, 21-20. Number 7, കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode.
സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. കണ്ണിനും കാതിനും കുളിർമയേകിക്കൊണ്ട് വർണ്ണങ്ങളുടെ പൂരക്കാഴ്ച. ഇനി ആഘോഷങ്ങൾക്കൊപ്പം പ്രകാശ് ഫയർ വർക്ക്സ്. പ്രകാശ് ഫയർ വർക്ക്സ് മികച്ച ഇനം പടക്കങ്ങൾ കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും വൻ വിലക്കുറവിൽ മൊത്തമായും ചില്ലറയായും വിൽപ്പന ചെയ്യുന്ന ജില്ലയിലെ നമ്പർ 1 സ്ഥാപനം. അരസൻ, ക്വീൻ, സെഞ്ചുറി, 5 സ്റ്റാർ തുടങ്ങി 15-ൽ പരം കമ്പനികളുടെ മേത്തരം പടക്കങ്ങൾ. പ്രകാശ് ഫയർ വർക്ക്സ്, പ്രകാശ് ബിൽഡിംഗ്, 5-ാം മൈൽ, കതിരൂർ. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. മാറിവരുന്ന കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റേകാൻ ഫാഷൻ വസ്ത്രങ്ങളുടെ വിശാലമായ വർണ്ണവിസ്മയ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എഫ് ലൈറ്റ് മെൻസ് ഫാഷൻ സ്റ്റോർ, ഫസ്റ്റ് ഫ്ലോർ, ജുമാ മസ്ജിദ് ബിൽഡിംഗ്, പെരിങ്ങത്തൂർ. കേട്ടറിയുന്നതല്ല, കണ്ടറിയുന്നതാണ് യഥാർത്ഥ അനുഭവം. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫാഷൻ വസ്ത്രങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ. എഫ് ലൈറ്റ് മെൻസ് ഫാഷൻ സ്റ്റോർ, ഫസ്റ്റ് ഫ്ലോർ, ജുമാ മസ്ജിദ് ബിൽഡിംഗ്, പെരിങ്ങത്തൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ചെണ്ടയാട് വരപ്ര അമ്പലം റോഡ്, പാലം, വരപ്ര വയോജന കേന്ദ്രം റോഡ് എന്നിവ ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
തന്നെ അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുന്നോത്തുറം പഞ്ചായത്തിൽ 21 വാർഡുകളുള്ള പഞ്ചായത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരികയാണ്. വിവിധ പഞ്ചായത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പഞ്ചായത്തുകളായിട്ട് മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ നല്ല പഞ്ചായത്തുകളായിട്ട് ഈ മണ്ഡലത്തിലെ 2-3 പഞ്ചായത്തുകൾ മുന്നോട്ട് വരികയാണ്. അതിലേക്ക് നമ്മുടെ പഞ്ചായത്തും എത്തിച്ചേരാൻ വേണ്ടിയുള്ള നല്ല ശ്രമമാണ് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മറ്റ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അടക്കം അവരുടെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രദേശത്തെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പാലത്തിൻ്റെയും റോഡിൻ്റെയും ഉദ്ഘാടനം ഞങ്ങൾ നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷയായി. വാർഡംഗം എം ബീന സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ, ഗിരീഷ് പൊതിയാൽ, ഫസീല, പി വി ജയാനന്ദൻ, കെ പി സഞ്ജീവ് കുമാർ, രാജൻ കൊടക്കാടൻ്റെവിട, എം പി വിനോദൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. കോൺട്രാക്ടർ ബിജു തച്ചോളി, എഞ്ചിനീയർ രാജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെ പി മോഹനൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും RCC സ്ലാബിടാൻ 2 ലക്ഷം രൂപയും കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൻ്റെ 2024-2025 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരപ്ര വയോജന കേന്ദ്ര റോഡിന് 8 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. പാനൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അല്ലാസോ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പാനൂർ UP സ്കൂളിൽ KP മോഹനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും യാത്രയപ്പും സംഘടിപ്പിച്ചു. പാനൂർ UP സ്കൂൾ അങ്കണത്തിൽ അല്ലാസോ സൗഹൃദ സംഗമം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ കർമ്മപദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണം. എല്ലാ വിദ്യാലയങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും കായിക മേഖലയിലേക്ക് കുട്ടികളെ വ്യാപൃതരാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും വേണമെന്നും KP മോഹനൻ MLA നിർദ്ദേശിച്ചു. കരിയറായിട്ടും മറ്റും ഉപയോഗിക്കുന്നത് എന്നെപ്പോലുള്ള ആളുകളാണ്. അതും വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. ഞാനാണെങ്കിൽ പറയുക, മോനെങ്കുവ നീ ഇത് ഇവിടെ കൊണ്ട് കൊടുക്കുമെന്ന് പറയാം. അവനത് കേൾക്കും. MLA അല്ലേ പറഞ്ഞത്, KP മോഹനല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ രൂപത്തിലേക്ക് കാലഘട്ടം മാറുകയാണ്. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എനിക്ക് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാലയത്തിലെയും പ്രധാന അധ്യാപകരോടും അവരോട് മറ്റുള്ള അധ്യാപകരോടും പറയാനുള്ളത്, എല്ലാ വിദ്യാലയത്തിലും നിങ്ങൾ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം. ആ വിദ്യാലയത്തിലെ HM അതോടൊപ്പം തന്നെ PTA ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി ഇതിനെതിരെയുള്ള ശക്തമായ ഒരിടപെടൽ. നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഇതിൻ്റെ പേരുകൾ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. വന്നിട്ട് നമ്മൾ സാധാരണ പറയല്ലേ, ചളിയിൽ വീണിട്ട് കാല് കഴുകുന്നതിനേക്കാൾ നല്ലത് നേരത്തെ ആലോചിക്കുന്നതായിരിക്കും. അപ്പം അതിനുള്ള ഏറ്റവും നല്ല ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ MLA മാരും മന്ത്രിമാരടക്കം ഇതിന് സ്വാഗതം ചെയ്യുകയും ഇത് ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതും അതാണ്, ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണമെന്ന്. അത് നിർബന്ധമായിട്ട് ഉൾക്കൊള്ളണം എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, പഴയ കാലത്തെ വിദ്യാഭ്യാസം അത് നല്ല ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ യാതൊരു മാറ്റവും സംശയവുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വിദ്യാർത്ഥി അധ്യാപക തമ്മിലുള്ള ബന്ധം സൗഹൃദ ബന്ധമാണ്. പഴയ കാലത്ത് ഗുരുശിഷ്യ ബന്ധമായിരുന്നെങ്കിൽ ഇന്ന് അത് സൗഹൃദ ബന്ധമായിട്ട് മാറി. കുട്ടികൾക്ക് അങ്ങോട്ടും അധ്യാപകരോട് പലതും ചോദിക്കാനും മനസ്സിലാകാത്തത് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ആളുകളായിട്ട്, കുട്ടികളായിട്ട്, വിദ്യാർത്ഥികൾ മാറുകയാണ്. അക്കാദമിക് കൗൺസിൽ ചെയർമാൻ പാനൂർ AO ബൈജു കേളോത്ത് അധ്യക്ഷനായി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉപഹാര സമർപ്പണം നടത്തി. വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച, അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുകയും ആ പകർന്നു കൊടുത്ത അറിവുകൾ
വിദ്യാർത്ഥികളുടെ ഹൃദയബന്ധത്തിൽ ആഴത്തിലുള്ള ആത്മബന്ധമുണ്ടാക്കുകയും ചെയ്ത് ഒരു സമൂഹത്തിന് നൽകേണ്ടതെന്താണോ അത് കൊടുത്തവരാണ് ഈ വേദിയിലിരിക്കുന്നത്. യാത്രയപ്പവേളയിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് വിശ്രമ ജീവിതം എന്നതാണ്. പക്ഷേ വിശ്രമരഹിത ജീവിതം നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അധ്യാപക ജീവിതത്തിനപ്പുറത്ത് ഇടം കണ്ടെത്തിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ മുൻ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള ബഹുമാനി റംല ടീച്ചറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നഗരസഭയിൽ സഹ കൗൺസിലറായി നിൽക്കുന്ന PK പ്രവീണുണ്ട്. മറ്റ് വേദിയിൽ ഓരോ മേഖലകളും തിരഞ്ഞെടുത്ത് അതിനോടൊപ്പം ഏറ്റവും കഴിവുകളാക്കി മാറ്റിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. പാനൂർ ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 47ഓളം അധ്യാപകർക്കും ജീവനക്കാർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. ഇതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കും LSS പുനർമൂല്യനിർണ്ണയത്തിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. പാനൂർ BPC K നിമ്മി, HM ഫോറം സെക്രട്ടറി K ബിജേഷ്, പാനൂർ UP സ്കൂൾ HM V ജീജ, സംഘടനാ പ്രതിനിധികളായ V വിപിൻ, KM സുനിലൻ, K സുധീർ കുമാർ, K സുവീൺ, E മുഹമ്മദ് സലീം തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി RK രാജേഷ് കുമാർ സ്വാഗതവും ട്രഷറർ VN രൂപേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാനൂർ സബ് ട്രഷറിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക. ആരംഭിക്കുക. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടനെ നിയമിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക, OP ചികിത്സയും ഓപ്ഷനും ഉൾപ്പെടുത്തി മെഡിസിപ്പ് പൊളിച്ചെഴുതുക, ക്ഷാമാശ്വാസം കുടിശ്ശിക തീർത്ത് യഥാസമയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA കൂത്തുപറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ AK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജീവനക്കാരും അതുപോലെ തന്നെ ഇന്നുള്ള പെൻഷൻകാരും ഇന്നുള്ള ഈ നേട്ടങ്ങൾ അനുഭവിക്കുന്നത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഒരിക്കലും പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആനുകൂല്യം നിഷേധിക്കുന്നപ്പോൾ അതിനെതിരെയോ ഒരു സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുപോലൊരു ഗതികേട് പെൻഷൻകാർക്ക് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ നമ്മളെ ഈ ജീവനക്കാർ സമരം ചെയ്ത് നേടിയെടുത്ത എല്ലാ ആനുകൂല്യങ്ങളും അതേ അർത്ഥത്തിൽ തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ പെൻഷൻകാർക്കും അനുവദിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ തത്വങ്ങളെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അട്ടിമറിക്കുകയാണ്. ഈ പെൻഷൻകാരോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ഈ പെൻഷൻകാർ ഇന്ന് എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ധർണാ സമരം നടത്തുകയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷനായി. വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീത കൊമ്മേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിലർ A രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VP സുകുമാരൻ, E അനിൽകുമാർ, C പുരുഷ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. PV മാധവൻ നമ്പ്യാർ, K സുനിൽകുമാർ, VP കുമാരൻ, C ശശി, KK ദിനേശൻ മാസ്റ്റർ, P ഖാലിദ്, ബേബി സരോജം, ഗിരിജാകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊക്ലി ഉപജില്ല അക്കാഡമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക സംഗമവും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നടന്നു. KP മോഹനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ചൊക്ലി ഉപജില്ലാ അക്കാഡമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക സംഗമവും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. കരിയാട് നമ്പ്യാർ UP സ്കൂളിൽ നടന്ന ചടങ്ങ് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പ്രയാസമാകുന്നത് മീഡിയേറ്റർമാർ കാരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെ ബോധവൽക്കരിക്കുന്നതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ജാഗ്രതാ സമിതികളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതോടൊപ്പം തന്നെ ഫയർ ഓഫീസർമാർ ഇതിൻ്റെ ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് നമുക്ക് കുട്ടികളെയൊക്കെ തന്നെ ബോധവൽക്കരിക്കാൻ വേണ്ടി ജാഗ്രതാ സമിതികൾ വിദ്യാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ജാഗ്രതാ സമിതികൾ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ജാഗ്രതാ സമിതികൾ അതിന് നല്ല രീതിയിൽ എല്ലാ എംഎൽഎമാരും അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് KP മോഹനോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു നിയമസഭയിലെ 140 MLA എല്ലാവരും തന്നെ ആ രംഗത്തേക്ക് വന്നു. ഇത് വലിയൊരു മാറ്റമാണ്. കാരണം ഈ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ എല്ലാ നിലയിലും ഈ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞ അധ്യാപകരോട് എനിക്ക് അഭ്യർത്ഥിക്കാണ്. നിങ്ങൾ ഇവിടുന്ന് ഏത് വിദ്യാലയത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാലും ആ വിദ്യാലയത്തിൻ്റെ ആളുകളായിട്ട് മാറി അവർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകണമോ അവരുടെ നിർദ്ദേശങ്ങൾ നൽകണമൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണമെന്ന് പാനൂർ മുനിസിപ്പൽ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷത വഹിച്ചു. നേടിയ അറിവുകൾ പകർന്നു കൊടുത്തു. അത് പകർന്നു കൊടുക്കുമ്പോൾ കൂടുതൽ ആ അറിവിനെ തേച്ച് മിടിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കൊക്കെ മാതൃകാപരമായി അത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വലിയ കാര്യം. അതുകൊണ്ടാണ് കുട്ടികളും രക്ഷിതാക്കളും അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അത് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകർ ആ കുട്ടികളുമായി ആ രക്ഷിതാക്കളുമായി ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മബന്ധം, ആ ആത്മബന്ധത്തിൽ യാത്ര പറഞ്ഞു പോകുന്ന അധ്യാപകർക്ക് കൊടുക്കാൻ ഇത്തിരി നേരം ഈ ഇരിപ്പിടത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും എന്നത് നിങ്ങളുടെ ഈ വിശാലത. ചൊക്ലി BPC KP സുനിൽ ബാൽ, HM ഫോറം സെക്രട്ടറി CV അജേഷ്, വിദ്യാഭവൻ സെക്രട്ടറി N ജിതേന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. അക്കാഡമിക് കൗൺസിൽ സെക്രട്ടറി CC നിഷാനന്ദ് മാസ്റ്റർ സ്വാഗതവും ട്രഷറർ A ജിതിൻ നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ചൊക്ലി AEO ഗീത AK, K രമേശൻ, ബീന P, ഗീത PM, ഭാസുരൻ VP, മൊയ്തു AK, പ്രസീന OK, അസ്ലം PP, സബിത K, ദിനേശൻ C, റഷീദ് E, MP ബിന്ദു, ബേബിജ KV, അലി K, അനിത P, അഞ്ജലി KV, റീന R, പ്രസീത P, ഉഷ AK എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാര സമർപ്പണവും നടത്തി. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാലി. ആൻസർ ടു യുവർ ചൈൽഡ്സ് ഫ്യൂച്ചർ. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര.
1ാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490 233 7707 9895 485471. വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ പൂക്കാലം ഒരുക്കുന്നു ഞങ്ങൾ. പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈബ്രറികൾക്ക് പുസ്തക അലമാര നൽകുന്നതിൻ്റെ ഭാഗമായി മമ്പറം ടാഗോർ സ്മാരക വായനശാലയ്ക്ക് ലഭിച്ച അലമാരയുടെ താക്കോൽ ദാന ചടങ്ങ് നടന്നു. അലമാരയുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, വായനശാല പ്രസിഡന്റ് മമ്പറം P മാധവന് താക്കോൽ നൽകി നിർവഹിച്ചു. താലൂക്കിലെ നല്ല ലൈബ്രറിയനായി തിരഞ്ഞെടുത്ത മമ്പറം ടാഗോർ വായനശാല ലൈബ്രറിയൻ PM സോമസുന്ദരത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പവിത്രൻ മുരിക്കോളി മൊമെന്റോ സമർപ്പിച്ചു. യോഗത്തിൽ മമ്പറം P മാധവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ PK ഇന്ദിര, തുണ്ടിക്കണ്ടി ഭാസ്കരൻ, K ഹമീദ്, M ജയപ്രകാശ്, C കുമാരൻ, PP നാസർ, കൈപ്പച്ചേരി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. PM സോമസുന്ദരം നന്ദി പറഞ്ഞു. അഴിയൂർ ശ്രീ വേണുഗോപാല ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 30 കൊടിയേറിയ ഉത്സവം ആറാട്ട് സദ്യയോടുകൂടി ഏപ്രിൽ 7 സമാപിക്കുക. മാർച്ച് 30 കൊടിയേറിയ ഉത്സവം ആറാട്ട് സദ്യയോടുകൂടി ഏപ്രിൽ 7 സമാപിക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അന്നദാനം, കലവറ നിറക്കൽ, കാഴ്ചവരവ്, ഭക്തിഗാനസുധ, ഭജനകലാസംഗമം, തായമ്പക, രഥോത്സവം, പള്ളിവേട്ട തുടങ്ങിയ പരിപാടികളും ചടങ്ങുകളും വിവിധ ദിവസങ്ങളിലായി നടക്കും. ഏപ്രിൽ 7 നടക്കുന്ന ആറാട്ട് സദ്യയോടുകൂടി ഉത്സവം സമാപിക്കും. തലശ്ശേരി ഇല്ലത്ത് താഴെയിൽ ക്ലാസി കാർ വാഷ് പ്രവർത്തനം ആരംഭിച്ചു. ഇല്ലത്ത് താഴെ ബൈപ്പാസ് സർവീസ് റോഡിലാണ് ക്ലാസി പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി.
തലശ്ശേരി ഇല്ലത്തുതാഴ ബൈപ്പാസ് സർവീസ് റോഡിലാണ് ക്ലാസി കാർ വാഷ് പ്രവർത്തനം ആരംഭിച്ചത്. CM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാർ ഫോം വാഷ്, ബോഡി വാഷ്, ഓപ്പൺ ബോഡി വാഷ്, ഇന്റീരിയർ ക്ലീനിംഗ്, കളർ ഫോം വാഷ്, അണ്ടർ ബോഡി വാഷ്, അണ്ടർ കോട്ടിംഗ്, ബോഡി പോളിഷ്, കാർ AC വർക്ക്, കാർ സൺ കൂളിംഗ് വർക്ക് തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 7 വരെ ക്ലാസി കാർ വാഷിന്റെ സേവനം ലഭ്യമാണ്. വാഹന പുകപരിശോധനാ കേന്ദ്രവും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരാതി പ്രളയത്തിനിടയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് ആറളം ഫാമിൽ അദാലത്ത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയ അദാലത്തിൽ 223 എണ്ണത്തിന് പരിഹാരമായി. അമിത വേഗത ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. പെരിങ്ങാടി സ്വദേശി രാകേഷിനെ മർദ്ദിച്ചത് സ്കൂട്ടർ യാത്രികൻ മുഹമ്മദ് ഷബിൻ. അത്യാധുനിക കാലത്ത് കുട്ടികളെ മനസ്സിലാക്കാൻ കൃത്യമായി അധ്യാപകർക്ക് സാധിക്കണമെന്ന് KP മോഹനൻ MLA. ഹിതകരമല്ലാത്ത കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുമ്പോൾ കാര്യകാരണസഹിതം കണ്ടെത്താൻ അവർക്ക് കഴിയണമെന്നും KP മോഹനൻ. പാനൂർ ഇൻസൈറ്റിലൂടെ 6 പേർ കൂടി സർക്കാർ സർവീസിലേക്ക്. ഇതോടെ 92 പേരാണ് പാനൂർ മേഖലയിൽ നിന്ന് സർക്കാർ സർവീസിലേക്ക് ഇൻസൈറ്റ് വഴിയെത്തുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.